തുടങ്ങുന്നത് തന്നെ ഒരു പെൺകുട്ടി എന്തോ ഡെലിവറി ചെയ്യുവാനായിട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇവളുടെ പേരാണ് ആൻ, നമ്മുടെ കഥയിലെ നായിക. അങ്ങനെ അവൾ പോയിക്കൊണ്ടിരിക്കുക. അവളെ ഇടിക്കുന്ന കണക്കിന് ഒരു കാർ സ്പീഡിൽ പോകുന്നുണ്ട്. ഇതിൽ ഒന്ന് ഭയന്ന ആൻ, എന്താണോ തനിക്കൊന്നും പതിയെ പോകാൻ അറിയില്ലേ എന്ന് ദേഷ്യത്തോടെ വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളെ കാറിലിരിക്കുന്ന ആളെ കാണിച്ചിരിക്കുന്നത്. അതിലുള്ളത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലിങ്ങാണ്. നമ്മുടെ ലിന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ അവിടെ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ടൈമിൽ കൃത്യമായി തന്നെ ലിന്നിന് ചെയ്തു തീർക്കണം. എന്നാൽ നമ്മുടെ ആൻ ആണെങ്കിലോ പറഞ്ഞതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവക്കാരിയാണ്. അല്ലെങ്കിലും അങ്ങനത്തെ ഒരു കോംബോയെ കാണാനാണല്ലോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രസം. അങ്ങനെ നമ്മൾ ആനിനെ കാണുമ്പോൾ അവൾ ലിന്നിൻ്റെ തന്നെ ഓഫീസിലേക്കാണ് ബൊക്കറ്റ് ഡെലിവറി ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ അത് അവൾ അവിടെ ഏൽപ്പിച്ച് ലിഫ്റ്റിൽ കയറുമ്പോൾ അതേ ബൊക്കറ്റ് പിടിച്ചുകൊണ്ടാണ് ലിന്നും ലിഫ്റ്റിലോട്ട് കയറി വരുന്നത്. അത് അവന് വേണ്ടി അവൻ്റെ സ്റ്റാഫ്സ് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ ലിഫ്റ്റിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ലിന്നിനെ തന്നെക്കാൾ ഒത്തിരി ഹൈറ്റ് ആണല്ലോ എന്ന കണക്കിന് ഓരോന്ന് നോക്കിയിരിക്കുകയാണ് ഞാൻ. ഇതേ സമയം അവിടെ ടിവിയിൽ ഒരു ലിഫ്റ്റിൻ്റെ ചെയിൻ പൊട്ടിയിട്ടുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ലിൻ ആലോചിക്കുന്നുണ്ട്, ഈ ലിഫ്റ്റ് എങ്ങാനും പൊട്ടിയാൽ ഞങ്ങൾ രണ്ടുപേരുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന്. അവൻ അത് ആലോചിച്ചിരിക്കെ പേടിക്കുന്നുണ്ട്.